ഇനി കിരീടധാരണം പോലെ മോതിരം മാറ ചടങ്ങാണ് കേട്ടോ. ഓൾറെഡി എന്റെ കയ്യിലുണ്ടായിരുന്ന ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഏട്ടൻ എനിക്ക് പുതിയ മോതിരം കയ്യിലോട്ട് ഇട്ട് തന്നു. അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. തൊട്ടടുത്തെന്റെ അജിത്തെന്ന് എഴുതിയ വെഡിങ് റിംഗ് കൊണ്ടേ. അങ്ങനെ തന്റെ മോതിരം ഇങ്ങനെ നോക്കി നോക്കി വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഇനി പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, വലിയ രീതിയിൽ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിച്ചിട്ടില്ല, ചെറിയതായ ഒരു കുഞ്ഞു പർച്ചേസും അതുപോലെ ഒരു ഫുഡ് അടിയും അതേ ഉള്ളു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുണ്ടറ മുക്കടയുള്ള പെപ്പർ പോട്ടിലേക്കാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഇൻസ്റ്റയിൽ ഒരു വീഡിയോയിൽ ഇവിടുത്തെ തവ അൽഫാമും അതുപോലെ ബീഫ് റിബിന്റെ ഒരു റെസിപ്പിയും നല്ലതാണെന്ന് കണ്ട് അത് കഴിക്കാന്ന് കരുതിയാ വന്നേ. പക്ഷെ അത് രണ്ടും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അവിടുത്തെ ഒരു ജല്ലിക്കെട്ട് മന്തി ക്വാർട്ടറും പിന്നെ അതുപോലെ തന്നെ സ്പൈസും സ്വീറ്റ്നെസ്സും ഒക്കെ ഉള്ള ഒരു ക്വാർട്ടർ അൽഫാമും ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതിന്റെ വിഷമത്തില് ഞാൻ ഏട്ടനോട് പറഞ്ഞു, നമുക്ക് ക്വാർട്ടർ റൈസ് പറഞ്ഞാൽ മതി, കാരണം ഹാഫ് മേടിച്ചിട്ട് ഫുള്ള് കഴിക്കാൻ പറ്റില്ലെങ്കിൽ വെറുതെ ആവില്ലേ എന്ന്. അതുപോലെ തന്നെയാണ് അവസാനം നടന്നത്. വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അങ്ങനെ ഏട്ടന്റെ ജല്ലിക്കെട്ട് മന്തിയിൽ നിന്നും ഒരു പോർഷൻ റൈസും പിന്നെ അതുപോലെ എന്റെ സ്വീറ്റ് ആൻഡ് സ്പൈസി പെരി പെരി അൽഫാമിന്റെ പീസും പിന്നെ അതിന്റെ കൂടെ കിട്ടിയ കുബൂസും ഒക്കെ ആയിട്ട് നമ്മൾ വിചാരിച്ചത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് നല്ല ആസ്വദിച്ച് കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ താണ്ടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കഴിച്ചു തുടങ്ങിയപ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരു കുറ്റവും പറയാനില്ല. ഏട്ടന് നല്ല പോലെ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ലൈമൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ കഴിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്കാണ് മക്കളെ ഞാനൊരു കാര്യം കണ്ടത്. എനിക്കറിയില്ല എല്ലാ പീസിലും ഇങ്ങനാണോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കയ്യിൽ കുഴപ്പമാണോ എങ്കിൽ നിങ്ങളൊന്ന് പറയണേ. ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനാണ് കണ്ടത്. എനിക്കിത് കണ്ടപ്പം ഞാൻ അത്രയും നേരം കഴിച്ചത് എനിക്ക് വൊമിറ്റ് ചെയ്യാനാണ് തോന്നിയത്. ചിക്കൻ്റെ അകത്തെന്നാൽ ഇങ്ങനെ എനിക്കെന്തായാലും വേണ്ട. ഏട്ടൻ പറഞ്ഞ സത്യ, ഞാൻ എല്ലായിടത്തുനിന്നും ചെസ് പീസ് ചോദിച്ചു വാങ്ങിയാണ് കഴിക്കാറുള്ളത്. ഏട്ടൻ്റെ കൂടെ കിട്ടിയത് ചെസ് പീസായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ എൻ്റെ ആ ലെഗ് മാത്രം എന്താ ഇങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചു. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും കുഴപ്പമാണോ അല്ലെങ്കിൽ ആ ഷോപ്പിൽ പ്രിപ്പയർ ചെയ്തതിൻ്റെ കുഴപ്പമാണോ, നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് പറയണേ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴി കുറച്ച് ഫ്രഷ് ആയിട്ട് ചൂരയൊക്കെ വാങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്കുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ആ ഒരു മനസ്സിലെ വിഷമം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഡിലൈറ്റ് കയറി. അവിടുത്തെ എൻ്റെ ഒരു ഫേവററ്റ് ബ്രൗണി ഉണ്ട്, എനിക്ക് അതൊരു പീസ് മേടിച്ചു തന്നു. അപ്പോൾ അതെൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോഴത്തേക്ക് മറ്റേ വിഷമമൊക്കെ ഞാനങ്ങ് മറന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് അമ്മയും അച്ഛനെയും ഒക്കെ വാങ്ങിയ മോതിരമൊക്കെ കൊണ്ടുപോയി കാണിച്ചു.